കടലാക്രമണം കുറഞ്ഞെങ്കിലും എറണാകുളത്തെ തീരദേശമായ ചെല്ലാനത്തെയും കണ്ണമാലിയിലെയും ജനങ്ങളുടെ ആശങ്ക ഒഴിയുന്നില്ല. ഈ കാലവർഷ സമയത്ത് വരാൻ പോകുന്ന 6 വാവ് ദിനങ്ങളിലും കടൽ അതിശക്തമാകുമെന്നതോടെ ഇവിടുത്തുകാരുടെ ജീവിതവും പ്രതിസന്ധിയിലാകും. തീരത്തെ മണ്ണ് ഒഴുകിപ്പോകുന്നതോടെ ചില ഭാഗങ്ങളിൽ തിരയുടെ ശക്തിയും കൂടുതലാണ്. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് തീരദേശവാസികളുടെ ആവശ്യം. ചെല്ലാനത്ത് 7 കിലോമീറ്റർ ദൂരത്ത് മാത്രമാണ് നിലവിൽ ടെട്രാപോഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോഴും കടലാക്രമണം രൂക്ഷമാണ്. വാവ് ദിവസങ്ങളിൽ താൽക്കാലിക കടൽഭിത്തി തകർത്ത് കടൽ സമീപത്തെ വീടുകളിലേക്ക് ഇരച്ചു കയറും. രാവും പകലും തുടരുന്ന ശക്തമായ കടലേറ്റത്തിൽ ജനജീവിതം ദുസ്സഹമാകും. പ്രൊജക്ട് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന കൊച്ചി തുറമുഖത്തിന്റെ ഇരുകരകളിലും 2 മൈൽ നീളത്തിലുള്ള ഒലിച്ചു പോകാതിരിക്കാനുള്ള ഒലിമുട്ട് അഥവാ പുലിമുട്ട് ബ്രേക്ക് വാട്ടറുമാണ് നിർമ്മിക്കാതിരുന്നതിൻ്റെ കുഴപ്പമാണ് കടലിലെ സ്വാഭാവിക ഒഴുക്കിന് വന്ന മാറ്റം. ഈ കൊച്ചി അഴിയിൽ നിന്ന് കടലിലേക്ക് ചെല്ലുന്ന വെള്ളം മൂലമുണ്ടാകുന്ന കുത്തൊഴുക്ക്, ഈ കുത്തൊഴുക്ക് മൂലം ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരക്കടലിലെ മണ്ണൊഴുകി വടക്കോട്ട് പോകുന്നതാണ് ഇവിടുത്തെ കടലാക്രമണത്തിന് കാരണം. അങ്ങനെ സ്ഥിരമായി വടക്കോട്ട് ഒഴുകിപ്പോകുന്ന മണ്ണ് ഒരു ഭാഗം അക്കരയിൽ വൈപ്പിനിൽ ചെന്ന് അടിഞ്ഞുകൂടി പുതുവെപ്പ് എന്ന് പറയുന്ന കര ഉണ്ടായത്, പുതുവൈപ്പിനുണ്ടായത് ഈ ചെല്ലാനത്തിൽ നിന്നുള്ള മണ്ണൊഴുകിപ്പോയത്. ടെട്രാപോഡുകൾ സ്ഥാപിച്ചതിനപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിൽ വ്യാപക കടലാക്രമണമാണ് ഉണ്ടാകുന്നത്. ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള സ്ഥലങ്ങളിലാണ് കടലാക്രമണം രൂക്ഷം. ഇവിടെയുള്ള മണലൊഴുകി കപ്പൽച്ചാലിലേക്കും മറ്റിടങ്ങളിലേക്കും പോകുന്നതോടെ ആഴം കൂടുകയും തിരമാലകൾ ശക്തിയായി ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. കപ്പൽച്ചാലിലെ മണ്ണ് നീക്കം ചെയ്ത് പുറംകടലിൽ നിക്ഷേപിക്കുന്നതിന് പകരം ഈ തീരങ്ങളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കടലാക്രമണത്തിന്റെ ശക്തി കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഈ പറയുന്ന ഒഴുക്കിന്റെ തിരിവ് തടഞ്ഞുകൊണ്ട് ജിയോ ട്യൂബിന്റെ പരിസ്ഥിതിക്ക് ആഘാതമില്ലാത്ത തരത്തിൽ ജിയോ സിന്തറ്റിക് ടെക്സ്റ്റൈലിന്റെ പുലിമുട്ടുകൾ ഇട്ടുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പടിഞ്ഞോട്ട് പുലിമുട്ടുകൾ ഇട്ടുകൊണ്ട് ആ ഒഴുക്ക് തടഞ്ഞ് മണ്ണൊലിപ്പ് തടയുക. അപ്പോൾ കടൽ തീരത്ത് ആഴം കുറയും. മണ്ണൊലിപ്പ് തടഞ്ഞു കഴിഞ്ഞാൽ ആഴം കുറയും, കടലാക്രമണം കുറയും. നിലവിൽ തീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ജിയോ ബാഗുകൾ ദ്രവിച്ച് പൊട്ടിത്തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തീരത്തോട് ചേർന്നുള്ള വീടുകളിൽ ഭയത്തോടുകൂടി മാത്രമേ കഴിയാൻ സാധിക്കൂ. എത്രയും പെട്ടെന്ന് ഈ ജിയോ ബാഗുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ജനം, കൊച്ചി.